ഹായ് എവരിവൺ. നമ്മൾ ഒന്നുകൂടി അറേസ് എങ്ങനെയാണ് വർക്കാകുന്നത്, അതിനനുസരിച്ചിട്ടുള്ള സോർട്ടിങ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പ്രിൻസിപ്പിൾ കുറച്ചുകൂടി ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്നുകൂടി പറഞ്ഞു തരാം. സോ ഇവിടെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ 5 നമ്പേഴ്സിനെ നമ്മൾ ഗെറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നു. അരേനെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അരേ ഓഫ് 10 എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അരേ ഓഫ് 10ലേക്കാണ് നമ്മൾ 5 നമ്പേഴ്സിനെ ഗെറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 5 നമ്പേഴ്സിനെ ഗെറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. എനിക്ക് വേണമെങ്കിൽ അവിടെ ഒരു n നമ്പേഴ്സിനെ ഗെറ്റ് ചെയ്യാനായിട്ട് പറയാം. അതിന് ആ ലിമിറ്റിനനുസരിച്ചിട്ട് എനിക്കിപ്പോൾ 8 നമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഒരു സ്കാനഫ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനനുസരിച്ചിട്ടുള്ള വാല്യൂസിനായിരിക്കും അവിടെ ഗെറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് വർക്ക് ആകുന്നത് എന്നുള്ളത് നോക്കുക. സോ ഞാനിവിടെ 5 നമ്പേഴ്സ് പറഞ്ഞ കാരണം കൊണ്ട് ഞാനിവിടെ ലിമിറ്റ് 5 വരെ വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഇനീഷ്യലി ഐയുടെ വില 1 ആണ്. ഐയുടെ വില 1 ആകുമ്പോൾ ഇവിടെ ഐയുടെ വിലയാണ് 1 ആകുന്നത്. അതായത് അരേ ഓഫ് 1ലേക്കാണ് ഞാൻ എൻ്റർ ചെയ്യുന്ന ആദ്യത്തെ വാല്യൂ വന്ന് കയറുന്നത്. ഇപ്പോൾ ഞാൻ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന വാല്യൂ ഈ സ്കാനഫിൽ 5 എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ എൻ്റെ അരേ ഓഫ് 1 എന്ന് പറയുന്നതിനകത്തേക്ക് ഈ 5 എന്ന് പറയുന്ന വാല്യൂ വന്ന് കയറും. അതിനുശേഷം ഐയുടെ വില ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. ഐയുടെ വില എന്ന് പറയുന്നത് ഒന്നുകൂടി ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് ഐയുടെ വില എന്ന് പറയുന്നത് 2 ആകും. സോ ഇവിടെ 2 ലെസ് ദാൻ 5 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. 2 ലെസ് ദാൻ 5 ആണ്. അത് കാരണം കൊണ്ട് ഈ ലൂപ്പ് സാറ്റിസ്ഫൈ ചെയ്തു. കറസ്പോണ്ടിങ്ങിലി ഇതിനകത്തേക്ക് സ്കാൻ ചെയ്യാനായിട്ട് കയറുന്നു. ഞാനിവിടെ എൻ്റർ ചെയ്യുന്നത് 1 എന്ന് പറയുന്ന വിലയാണെന്ന് വിചാരിക്കുക. അങ്ങനെ 1 എന്ന് പറയുന്ന വിലയാണ് എൻ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അരേ ഓഫ് 2, അരേ ഓഫ് ഇവിടെ ഐയുടെ വില 2 ആണ്. അത് കാരണം കൊണ്ട് അരേ ഓഫ് 2ലേക്കായിരിക്കും ഞാൻ എൻ്റർ ചെയ്യുന്നത് 1 എന്ന് പറയുന്ന വാല്യൂ പോയി കയറുന്നത്. ഇനി ഇതുപോലെ തന്നെ ഐയുടെ വില ഒന്നുകൂടി ഇൻക്രിമെൻറ്റ് ചെയ്തു. ഐയുടെ വില 3 ആയി. കറസ്പോണ്ടിങ്ങിലി 3 ലെസ് ദാൻ ഒരു ഈക്വൽ ടു 5 ആണെന്ന് നോക്കി. ആണ്. അത് കാരണം കൊണ്ട് അരേ ഓഫ് 3ലേക്കായിരിക്കും ഞാൻ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന അടുത്ത വാല്യൂ വന്ന് കയറുന്നത്. ഞാൻ ഇപ്പോൾ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന അടുത്ത വാല്യൂ 4 ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അരേ ഓഫ് 3 എന്ന് പറയുന്ന ആ ഒരു ബോക്സിലേക്ക് ഞാൻ എൻ്റർ ചെയ്യുന്ന 4 എന്ന് പറയുന്ന വാല്യൂ വന്ന് കയറി. ഇനി ഞാൻ ഐയുടെ വില ഒന്നുകൂടി ഇൻക്രിമെൻറ്റ് ചെയ്തു. ഐയുടെ വില ഒന്നുകൂടി ഇൻക്രിമെൻറ്റ് ചെയ്ത് ഐയുടെ വില 4 ആയി. കറസ്പോണ്ടിങ്ങിലി 4 ലെസ് ദാൻ ഒരു ഈക്വൽ ടു 5 ആണ്. അത് കാരണം കൊണ്ട് ഞാൻ എൻ്റർ ചെയ്യുന്ന അരേ ഓഫ് 5 എന്ന് പറയുന്നതിലേക്കായിരിക്കും അരേ ഓഫ് 4 എന്ന് പറയുന്നതിലേക്കായിരിക്കും ഞാൻ എൻ്റർ ചെയ്യുന്ന അടുത്ത വാല്യൂ വരുന്നത്. ഞാൻ എൻ്റർ ചെയ്യുന്ന അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 2 ആണെന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അരേ ഓഫ് 4 എന്ന് പറയുന്നതിലേക്ക് 2 എന്ന് പറയുന്ന വാല്യൂ വന്ന് പ്ലേസ് ആയിട്ടുണ്ട്. സോ ഇനി അടുത്ത ഐയുടെ വില ഒന്നുകൂടി ഇൻക്രിമെൻറ്റ് ചെയ്തു. ഐയുടെ വില 5 ആയി. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. ആ കണ്ടീഷൻ അവിടെ ചെക്ക് ചെയ്തു. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. അത് സാറ്റിസ്ഫൈ ചെയ്തു. കറസ്പോണ്ടിംഗ്ലി ഐയുടെ വില 5 ആയതുകൊണ്ട് അരേ ഓഫ് 5 എന്ന് പറയുന്നതിലേക്ക് ഞാൻ എൻ്റർ ചെയ്യുന്ന വാല്യൂ ഇപ്പോൾ 8 ആണെന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 8 എന്ന് പറയുന്ന വാല്യൂ എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അരേ ഓഫ് 5ലേക്ക് വന്ന് കയറി. ഇപ്പോൾ എൻ്റെ അരേ ഏകദേശം സ്ട്രക്ചർ ചെയ്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതായത് എൻ്റെ അരേ ഓഫ് 1 എന്ന് പറയുന്നതിലേക്ക് 5 എന്ന് പറയുന്ന വാല്യൂ വന്നിട്ടുണ്ട്. അരേ ഓഫ് 2 എന്ന് പറയുന്നതിലേക്ക് 1 എന്ന് പറയുന്ന വാല്യൂ വന്ന് കയറിയിട്ടുണ്ട്. അരേ ഓഫ് 3 എന്ന് പറയുന്നതിലേക്ക് 4 എന്ന് പറയുന്ന വാല്യൂ വന്ന് കയറിയിട്ടുണ്ട്. അരേ ഓഫ് 4 എന്ന് പറയുന്നതിലേക്ക് 2 എന്ന് പറയുന്ന വാല്യൂ വന്ന് കയറിയിട്ടുണ്ട്. അതുപോലെ അരേ ഓഫ് 5 എന്ന് പറയുന്നതിലേക്ക് എനിക്ക് 8 എന്ന് പറയുന്ന വാല്യൂ വന്ന് കയറിയിട്ടുണ്ട്. സോ കറക്റ്റായിട്ട് ആ ഓർഡറിൽ പറയുകയാണെങ്കിൽ 5, 1, 4, 2, 8 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കറക്റ്റ് ഓർഡറിൽ എനിക്കിവിടെ അരേ കറക്റ്റായിട്ട് എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. സോ അതാണ് ഈ ഒരൊറ്റ പ്രോസസ്സ് വർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വാല്യൂസിനെ കയറി വരുന്നത്. ഇനി ഇതിനനുസരിച്ചിട്ട് നമ്മൾ സ്വാപ്പിംഗ് എന്ന് പറയുന്നത് ഇവിടെ പെർഫോം ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ഈ സ്വാപ്പിംഗ് പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ നോക്കുന്നത് അരേ ഓഫ് 1ഉം അരേ ഓഫ് 2 തമ്മിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. അതിൻ്റെ വിലകളെയാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അരേ ഓഫ് 1ൻ്റെയും അരേ ഓഫ് 2ൻ്റെയും വിലേനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇനീഷ്യലി ഐയുടെ വില 1 എന്ന് കൊടുത്തു. അരേ ഓഫ് 1നെയും അരേ ഓഫ് 1 + 1 അതായത് അരേ ഓഫ് 2 അത് രണ്ടിൻ്റെയും വില നമ്മൾ ചെക്ക് ചെയ്യുന്നു. അങ്ങനെ അരേ ഓഫ് 1ൻ്റെ വില അരേ ഓഫ് 2വിനേക്കാൾ വലുതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാപ്പിംഗ് പെർഫോം ചെയ്യും. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അരേ ഓഫ് 1ൽ കിടക്കുന്നത് 5ഉം അരേ ഓഫ് 2ൽ കിടക്കുന്നത് 1ഉം ആണ്. സോ 5ഉം 1ഉം തമ്മിൽ നമ്മൾ ചെക്ക് ചെയ്തു. 5ഉം 1ഉം തമ്മിൽ ചെക്ക് ചെയ്തപ്പോൾ അതിനെ തമ്മിൽ സ്വാപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള ടെമ്പറി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ വാല്യൂസിനെ സ്വാപ്പ് ചെയ്യുന്നതിൻ്റെ പ്രിൻസിപ്പിൾ നമ്മളിവിടെ യൂസ് ചെയ്തു. ടെമ്പിനകത്തേക്ക് നമ്മൾ കറസ്പോണ്ടിംഗ്ലി 5 എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ ടെമ്പറി ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ അരേ ഓഫ് 1ലേക്ക് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ 1 എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു. അതിനുശേഷം അരേ ഓഫ് 1 + 1ലേക്ക് നമുക്ക് കറസ്പോണ്ടിംഗ്ലി 5 എന്ന് പറയുന്ന ടെമ്പി കിടന്ന വാല്യൂവിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇപ്പോൾ ഈ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. സോ ഈ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് പുതിയൊരു അരേ അവിടെ ഫോം ആയിട്ടുണ്ട്. ആ പുതിയ അരേയുടെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1, 5, 4, 2,
8 എന്ന് പറയുന്നതാണ് എൻ്റെ പുതിയ അരയുടെ ഓർഡർ എന്ന് പറയുന്നത്. സോ ഈ പറയപ്പെടുന്ന ടാസ്ക് റിപ്പീറ്റ് ചെയ്ത് ഈ ലൂപ്പ് ഇങ്ങനെ കറങ്ങി കഴിയുമ്പോൾ എൻ്റെ ഫസ്റ്റ് പാസ് എനിക്ക് എൻഡ് ആകും. അങ്ങനെ ഒരു 4 പ്രാവശ്യം ഈ ചെക്കിങ് ഏകദേശം ഒരു 5 ഡിജിറ്റ് നമ്പറിൽ 5 എലമെൻറ്റ്സ് ഉള്ളൊരു അരയിൽ ചെക്ക് ചെയ്ത് 4 പ്രാവശ്യമായിരിക്കും ഈ പറയപ്പെടുന്ന ഏകദേശം പാസ് പെർഫോം ചെയ്യുന്നത്. ആ പെർഫോമൻസ് കഴിയുമ്പോൾ എനിക്ക് പുതിയൊരു അര അവിടെ ഫോം ചെയ്ത് കിട്ടുന്നു. സോർട്ടഡ് അരയല്ല, എൻ്റെ പുതിയ അരയുടെ രീതി എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന എനിക്ക് 5 1 4 2 8 എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ പാസ് എല്ലാം കഴിയുമ്പോൾ എനിക്ക് ഇരിക്കുന്നത് 1 4 2 5 8 എന്ന് പറയുന്ന ഫോമിലാണ് എനിക്ക് പാസ് കഴിയുമ്പോൾ ഇത് ഇരിക്കുന്നത്. സോ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു അരേനെ ഇപ്പം നമുക്ക് സോർട്ടഡ് ആയിട്ടുള്ള ഓർഡറിൽ എത്തിയിട്ടില്ല. അതിനെ വീണ്ടും ഇതേ പാസ് പെർഫോം ചെയ്ത് സോർട്ടഡ് ഓർഡറിലാക്കാനായിട്ട് നമ്മൾ വീണ്ടും ഒരു ലൂപ്പിനകത്തേക്ക് നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ ഒരു നെസ്റ്റഡ് ലൂപ്പിൻ്റെ കോൺസെപ്റ്റിൽ എനിക്ക് ഫസ്റ്റ് പാസ്, അതിനുശേഷം സെക്കൻഡ് പാസ്, അതിനുശേഷം തേർഡ് പാസ് എന്നുള്ള പാസസ് എനിക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം ആ ഓർഡർ പെർഫോം ചെയ്ത് വന്നു കഴിയുമ്പോൾ എനിക്കിത് 1 2 4 5 8 എന്ന് പറയുന്ന സോർട്ടഡ് ഓർഡറിൽ എനിക്ക് എൻ്റെ അരേ പെർഫോം ചെയ്ത് എനിക്ക് കിട്ടും. സോ ആ സോർട്ടഡ് ഓർഡറിലുള്ള അരേനെയാണ് നമ്മളിവിടെ ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇതാണ് ലീനിയർ സെർച്ച് ബബിൾ സോർട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമ്മൾ കറസ്പോണ്ടിംഗ്ലി അരേസിനെ നമ്മൾ പെർഫോം ചെയ്ത് സോർട്ട് ചെയ്ത് നമ്മൾ പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്ന പ്രോഗ്രാം വർക്കാകുന്നത്.